പേര് പരുന്ത அந்த பருந்து கீழ 100 பசங்க. വേറൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് സെമി ഫൈനല് പോലും കളിക്കാത്ത, അതായത് അല്ല സെമി ഫൈനല് കളിച്ചെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ട് വന്ന മാച്ചുകളെല്ലാം കഴിഞ്ഞപ്പോൾ പോലും ടി വി CSK എടുത്ത പോയിന്റ് ബീറ്റ് ചെയ്യാൻ ഇതുവരെ ഒരു ടീമിനും പറ്റിയിട്ടില്ല. സോ കറന്റ്ലി നോക്കുവാണെങ്കിൽ ഓവറോൾ ദ പോയിന്റ് ടേബിളില് CSK ആണ് ടോപ്പിൽ നിൽക്കുന്ന ഒരു ടീം എന്ന് പറയണത്. അവരുടെ പോയിന്റ് ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയുള്ള മാച്ചസ് കൂടെ കൗണ്ട് ചെയ്താൽ മാത്രമേ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ടീം ബ്രേക്ക് ചെയ്യുന്നുണ്ടോ കാര്യം നമുക്ക് നോക്കി നോക്കാം. അത് ബോസിന് കുറച്ച് ബോസ് ലൈനപ്പിന് ഓറ കൂട്ടുന്ന ഒരു ലൈനപ്പാണ്. ആൻഡ് ഹിയർ വി ഗോ, ബ്ലാക്ക് സ്ക്വാഡ്, KVയുടെ ബ്ലാക്ക് സ്ക്വാഡ് അവരുടെ ഡ്രോപ്പിലേക്ക് ഇറങ്ങുന്നു. 12 ടീമും 120 പ്ലേയേഴ്സുമായിട്ടാണ് നമ്മൾ ഈ ലോബി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. സോ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ ഒരു KVയുടെയും RC7ന്റെ ഒരു സെക്കൻഡ് ലൈനപ്പാണ് കൂടുതൽ ഒരു ഡോമിനേഷൻ ഫസ്റ്റ് ലൈനിനെ കാട്ടി കൂടുതൽ ഒരു സെമി ഫൈനൽ കാണിച്ചെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും ആ ഒരു രണ്ട് ലൈനപ്പുകൾ RZ7ന്റെ ലൈനപ്പും അതുപോലെ തന്നെ RZ7ന്റെ സെക്കൻഡ് ലൈനപ്പായ DLX-ഉം അതുപോലെ തന്നെ KVയുടെ സെക്കൻഡ് ലൈനപ്പായ ബ്ലാക്ക് സ്ക്വാഡും ആണ് ശരിക്കും നല്ലൊരു ഡോമിനേഷൻ പെർഫോമൻസ്. അവിടെ വിംബി അവിടെ സെൽഫ് നോക്ക് ആയിട്ടുണ്ട്. വിംബിക്ക് TVയുടെ തൊട്ടടുത്ത് ഫൈറ്റുകൾ വല്ലതും ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗൈസ്, ഞങ്ങൾ വേറൊരു കാര്യം, ഈ വട്ടം കുറേ പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന് പരാതി വന്നിട്ടുണ്ടായിരുന്നു, മാപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കരുത്, മാപ്പ് ഓപ്പൺ ചെയ്ത് ഇതാക്കരുത് എന്നുള്ളൊരു രീതിയിൽ. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അടുത്ത സോൺ എങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നു എന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫുൾ ടൈം മാപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുന്ന പരിപാടി നമ്മൾ ഈ വട്ടം ഫൈനലിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യുവാണ്. കാരണം മാപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ കുറേ പ്ലേയേഴ്സ് പൊസിഷൻ അവരുടെ പോകുന്നു എന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് നമ്മളത് മാപ്പ് ഓപ്പൺ ചെയ്ത് വെക്കുന്നില്ല. ഇത് സോൺ ഷിഫ്റ്റ് ആവുന്ന സമയത്ത് മാത്രം നിങ്ങളെ സോൺ മാത്രം കാണിച്ചു തരാം. സോ അപ്പം നമുക്ക് എന്തായാലും നോക്കാം. ആൻഡ് എങ്ങനെ തന്നെ ഇനിഷ്യൽ ഫൈറ്റുകൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. എല്ലാ ടീമുകളും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് നോക്കാം എന്താകും, എവിടെയായിരിക്കും അടുത്ത ഫൈറ്റ് പൊട്ടുന്നതെന്നൊക്കെ. ഈസിയിലെ പ്ലേയേഴ്സ് ഇവിടെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മിക്കുള്ളവരും അവരുടെ ടീമിന്റെ അടുത്തായിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. കുറച്ച് 2 പേരൊക്കെ ഞാൻ മാറി കാണുന്നുള്ളൂ. എന്തായാലും അത് കാണിച്ചു കൊടുക്കണ്ട. സോ എന്തായാലും നമുക്ക് നോക്കുകയാണെങ്കിൽ ഇനി ഈ ഒരു ഫൈനൽസ് ഫസ്റ്റ് മാച്ചാണ്. 5 മാച്ചല്ലേ ഉള്ളത്. അതിനെയല്ല മെറ്റ എന്ന് പറയണത് ബ്രോ, അതിനെയാണ് മെറ്റ എന്ന് പറയണത്. പക്ഷെ അവരുടെ കോളിലൊന്നും ആ മെറ്റ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഓ TGA ഇവിടെ ഒരു ഇനിഷ്യൽ ഫൈറ്റ് എടുക്കാനുള്ള തീരുമാനം. TGA vs മാഫിയ. TGA ഇല്ല, ഞങ്ങൾ ബാക്ക് ഓഫ് ആവുന്നില്ല. ഫൈനൽ ആണെങ്കിലും എന്താണേലും 5 മാച്ച് ഉണ്ട്, ഞങ്ങൾ കയറി അടിക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞ് TGA ഫസ്റ്റ് ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. മാഫിയ പക്ഷേ ബാക്ക് ഓഫ് ആവുകയാണോ? നോക്കാം, നമുക്ക് നോക്കാം. TGA vs മാഫിയ ഫൈനലിലെ ഫസ്റ്റ് ഫൈറ്റ് ആരൊക്കെ തമ്മിലായിരിക്കും നമുക്ക് നോക്കാം, അല്ലേ ഓഗു? അതെ ഞാൻ പറയണെങ്കിൽ ഫൈനൽസ് ആയിരിക്കും കൂടുതൽ പേര് ആ ഒരു പതുക്കെ കളിക്കാന്നുള്ള, ഹോൾഡ് ചെയ്ത് കളിക്കാന്നുള്ള ഒരു ചിന്തയിലിരിക്കുമ്പോൾ TGA പുഷ് ചെയ്ത് തന്നെ വരുന്നു. മാഫിയുടെ ഏരിയയിലോട്ടാണ് വരുന്നത്. ഈ ഒരു ഫൈറ്റ് എന്തായാലും എടുക്കുമെന്ന് നമുക്ക് നോക്കാം. കുറച്ചൊക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് തന്നെ TGക്ക് പോയിന്റ് വരും. നോക്കിയിട്ട് കയറും, നമുക്ക് കണ്ടറിയാം. എന്തായാലും കുറച്ച് നല്ല പോലെ ഏരിയ നമ്മൾ സേഫായിട്ട് നിൽക്കുന്നത് മാഫിക്കാണ്. സോ നമുക്ക് നോക്കാം, എന്തായാലും കണ്ടറിയാം. ലെറ്റ്സ് സീ. നിങ്ങളുടെ ഈ ഒരു എന്റർടൈൻമെന്റ് ഇന്നും കൂടി മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സത്യം നിങ്ങളെല്ലാ ഓഡിയൻസും മനസ്സിലാക്കണം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ എന്റെയും ഗോകുവിന്റെയും കോണം ഇന്നും കൂടെ കേട്ടാൽ മതി. അതെ അല്ലെങ്കിൽ നാളെ തൊട്ട് ഈഗിളിന് സംസാരിക്കാൻ ഒരു തൊണ്ട കാണത്തില്ല. സോ ഈ ഒരു ടൂർണമെന്റ് ഇന്നത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ്. One last dance, you guys are witnessing one last dance of the Rampage PvP tournament hosting by Eagle Gaming X Landis. നമുക്ക് നോക്കാം. എടാ സ്ലോ മോഡ് എല്ലാം ഓഫ് ചെയ്ത് കൊടുത്തോ. എല്ലാവരും സ്ലോ മോഡല്ലോ അവര് സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെയൊക്കെ സപ്പോർട്ട് ചെയ്തോട്ടെ. സോ നോക്കുകയാണെങ്കിൽ ആ ഒരു പുഷ് എന്തായാലും ഡിനേ ചെയ്തിരിക്കുന്നു. നല്ലപോലെ തന്നെ മാഫിയ ടാഗ് ചെയ്തുകൊണ്ട് തന്നെ TGA ഓപ്പണായിട്ട് പുഷ് ചെയ്ത് കയറുന്നില്ല. സോ നോക്കുവാണെങ്കിൽ എന്തായാലും ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഒരു ഹോൾഡിംഗ് തന്നെയാണ് ഈ ഒരു പുഷ്. ഇനി എന്തായാലും നോക്കാം. എല്ലാ 2 ടീമും സോൺ ഇന്നാണ്. സോ അടുത്തൊരു സോൺ വരുന്നവർ ഈ ഒരു TVA വെയിറ്റിംഗ് ഫോർ മാഫിയ ആൻഡ് TGA. ഒരു ഫൈറ്റ് അവിടെ പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് TVA അവിടെ. അഖിൽ ജോഡ് ഇവിടെ ലെഫ്റ്റ്
പുഷ് ലെഫ്റ്റ് ആംഗിൾ പോകാനുള്ള പ്ലാൻ ആണോ നോക്കാം. എന്തായാലും ടി ജെ ഈ മാഫിയയുടെ ഫൈറ്റ് എടുക്കുമോ ഇല്ലെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. TVA വേഴ്സസ് TGA വേഴ്സസ് മാഫിയ ആണോ നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈറ്റ് കമ്മിറ്റ് ചെയ്യുന്നു. യെസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ വരുന്നു, പക്ഷെ ഇല്ല, അവര് അവിടുന്ന് അനങ്ങിയിട്ടില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് ഇടുന്നുണ്ട്, റീഫ്രഷ് അടിക്കുന്നു. നമുക്ക് നോക്കാം എന്തും സംഭവിക്കാം ഇവിടെ. ഓ മാഫിയ ഷേഡി അവിടെ നോക്കാക്കുന്നു. TJ ഗ്രിംജോ, എന്റെ അമ്മോ, എവിടെ നോക്കിട്ടത് ഫിനിഷ് ചെയ്ത് കളഞ്ഞു. മാഫിയയിലെ ഒരു നോക്കുകയാണെങ്കിൽ മാഫിയ എന്ന് പറഞ്ഞ ഒരു ടീം കോർഡിനേറ്റ് ചെയ്താ കളിക്കുന്നത്. അതായത് ഒരാൾ നോക്കായ ഒരാള് അപ്പൊ തന്നെ പൊക്കാൻ വേണ്ടിട്ട് കാണും. ഒരു ഫൈറ്റ് ഫിനിഷ് ചെയ്തു. ആഹാ, അതല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു തിരിച്ചിരിക്കുന്നു. എന്റെ തെറ്റ്, കാസ്റ്റിന്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റും, മനുഷ്യനല്ലേ. സോ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മാഫിയയുടെ പ്ലെയറിനെ. ആൻഡ് കറന്റ് ദ പോയിന്റ് ടേബിൾ ഒക്കെ അപ്ഡേറ്റ് ആയിട്ടില്ല. ആൻഡ് ബ്ലാക്ക് സ്ക്വാഡ് ഇവിടുന്ന് റൊട്ടേഷൻ എടുത്ത് വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. ബ്ലാക്ക് സ്ക്വാഡും ഈ ഒരു പാർട്ടിയിലേക്ക് ജോയിൻ. ബ്ലാക്ക് സ്ക്വാഡ് നേരെ വരുന്നത് TVയുടെ ഫ്രണ്ടിലേക്കാണോ. ആൻഡ് ജുഗ്രു വിൽ ബി ഗേറ്റ് കീപ്പിംഗ്. മാഫിയ പക്ഷെ നല്ലൊരു ചാൻസ് ആയിരുന്നു അല്ലേ ഗോകു, അവർക്ക് പുഷ് ചെയ്യാൻ നല്ലൊരു ചാൻസ് ആയിരുന്നു TGAക്ക്. പക്ഷെ അവര് പുഷ് ചെയ്തില്ല. ആ ഒരു മൊമെന്റം അവിടെ കട്ട് ഓഫ് ചെയ്തു. ആൻഡ് ആ ഒരു ഫൈനലിന്റെ പ്രഷർ നമുക്കിവിടെ കാണാം. TGയുടെ പ്ലേയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു കില്ല് സെക്യൂർ ചെയ്ത് ലോബിയിലെ ആദ്യത്തെ കില്ല് TGA ആണ് എടുത്തിരിക്കുന്നത്. TGA വേഴ്സസ് മാഫിയ. സോ നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ അടുത്ത സോണിലോട്ട് മാറുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്ക് സോൺ ഇല്ലെങ്കിൽ എന്തായാലും ഒരു ഫൈറ്റ് വരേണ്ടി വരും മിക്കവാറും. അത് ചിലപ്പോൾ ഇവർക്ക് തന്നെ ഒരു പണിയാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കണ്ടറിയാം. സോ നോക്കുകയാണെങ്കിൽ പിറയിൽ കൂടി വന്ന സോ ബ്ലാക്ക് സ്ക്വാഡ് ആ ഒരു എപ്പോഴും നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സോൺ വരുമ്പോൾ കൂടുതലും മൗണ്ടനിൽ സോൺ ഉണ്ടെങ്കിൽ മൗണ്ടനിലോട്ട് തന്നെ സോൺ പോയിട്ടുള്ളത്. അതിന്റെ ഒരു ചിന്തയിലായിരിക്കും ബ്ലാക്ക് സ്ക്വാഡ് ഓൾറെഡി ആ ഒരു മൗണ്ടൻ പിടിക്കാനുള്ള ഒരു പോക്കിലാണ്. സോ നമുക്ക് നോക്കാം ബ്ലാക്ക് സ്ക്വാഡിന്റെ ഇന്നത്തെ ആ ഒരു പ്ലാൻ. എല്ലാരും ഹോൾഡിംഗ് ആണ്. ഫൈനൽ സർക്കിൾ നമുക്കിട്ട് പണിയാനുള്ള പരിപാടിയാണ് പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്ന്. മുടിച്ചു പറഞ്ഞുള്ളത് നീയൊക്കെ എവിടെയെങ്കിലും ഫൈറ്റ് എടുത്ത് കുറച്ചു നേരമെങ്കിലും റെസ്റ്റ് കിട്ടിയാലേ. ഇത് ഹോൾഡ് ചെയ്ത് നിൽക്കുകയാണ്. ലാസ്റ്റ് ഒരുമിച്ച് എല്ലായിടവും ഫൈറ്റ് എടുത്ത് നമ്മൾ ശ്വാസം പൊട്ടി ലൈവിൽ മരിക്കുന്നത് കാണാൻ ഇവർക്ക് ആഗ്രഹം. ആൻഡ് DLX R67 നോക്കുകയാണെങ്കിൽ മോട്ടൽ ബിൽഡിംഗ് എല്ലാ വട്ടവും പോലെ അവർ മോട്ടൽ ബിൽഡിംഗ് ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. ഈസി ഇവിടെ എന്തായിരുന്നു ഈ മലയുടെ പേര്? എന്തായിരുന്നു എന്തോ ഒരു മലയുടെ പേര് പറഞ്ഞായിരുന്നു ഇന്നലെ. കല്ലുമലയോ എന്തോ അങ്ങനെ എന്തോ ഒരു മലക്കപ്പാറ. അതെ, മലക്കപ്പാറയിൽ ഈസി വെയിറ്റ് ചെയ്യുന്നു. മലക്കപ്പാറയെന്ന് സോ നോക്കണെങ്കിൽ CM ഛോട്ടാ മുംബൈ. ഇതേറെ എവിടെ നോക്കിയാലും ഒരു കട്ട ടീം നമുക്ക് മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നല്ല പവർഫുൾ ടീംസ് ആണ്. എവിടെ നോക്കിയാലും അറിയാവുന്ന സത്യം, എവിടെ നോക്കിയാലും അറിയാവുന്ന കുറെ അമ്മമാര്. ബാക്കിയുള്ള ടീംസിലൊക്കെ കഴിഞ്ഞ മാച്ചസൊക്കെ കുറച്ചൊക്കെ അറിയാത്ത ടീംസ്, പക്ഷെ ഇതൊക്കെ നമുക്കറിയാം അവരെ പൊട്ടൻഷ്യലും. എല്ലാം അറിയാവുന്നവരാണ് ചുറ്റും അപ്പുറം ഇപ്പുറം എല്ലാം. നമ്മളൊക്കെ നല്ല ബന്ധങ്ങളായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ലല്ലേ. നമ്മള് ഒരു ആലോചിക്കുകയാണെങ്കിൽ നമ്മളൊരു ഈ ഒരു ടീം ഇത്ര 80 ടീംസിൽ നമ്മൾ നോക്കുമ്പം നമ്മൾ വിചാരിച്ച ടീമുകളെല്ലാം ഫൈനൽസ് എത്തിയിട്ടുണ്ട്. അതെ, നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ ടീമുകളും. പക്ഷെ എന്റെ പ്രതീക്ഷയിൽ CSK TVA ഉണ്ടായിരുന്നു. പയ്യൻ മാത്രം വന്നില്ല, അൺലക്കി ആയി പോയി. 2 പോയിന്റിനാണ് അവർ ക്വാളിഫൈ ആവാതെ പോയത്. എന്തായാലും നമുക്ക് നോക്കാം. അവിടെ വെച്ചാണ് സോ ആ സൗണ്ട് പോയി എളിയ എന്റെ. ഹലോ, എന്ത് ചോര തുപ്പിയവൻ? വാറ്റുകോക്കിന്റെ ടീമും അതേപോലെ CSK നമ്മുടെ TVയുടെ വാറ്റുകോക്കിന്റെ ടീമിനെയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഫൈനൽസിലേക്ക്. പക്ഷെ ആ ഒരു ടീമും വന്നില്ല.
ഓ അതായിരുന്നില്ല ചോദിച്ചായിരുന്നത്, ഞാൻ മനസ്സിലായില്ല. സോറി. ആൻഡ് അടുത്തൊരു സോൺ നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ആരും തന്നെ സോണിന്റെ സെന്ററിലില്ല. സോൺ അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് നമുക്കിവിടെ. ആൻഡ് അടുത്ത സോണിലേക്ക് ആരൊക്കെ കയറും, ആരൊക്കെ നല്ല പൊസിഷൻ അഡ്വാൻറ്റേജസ് എടുക്കുമെന്ന് നമുക്ക് നോക്കാം. ഇതുവരെ ഒരാള് മാത്രമാണ് ഗൂഗോളിയ മരിച്ചത്. അതെ മാഫിയം ടീച്ചർ ഒന്ന് കാണിക്കുമോ, അവരെന്താണ് അവിടത്തെ അവരെ പ്ലാൻസ് ഒന്ന് കണ്ടറിയാൻ നമുക്ക്. BS-ഉം TVയും കണ്ടുമുട്ടോ ചാൻസസ് ഉണ്ട്. ബ്ലാക്ക് സ്ക്വാഡ് KVA വേഴ്സസ് TVA നടക്കാനുള്ള ചാൻസ്. പറഞ്ഞത് KVA വേഴ്സസ് TVA. ബ്ലാക്ക് സ്ക്വാഡ് മോളിന്ന് വരുന്നു, TVA താഴേന്ന് പോകുന്നു. ബ്ലാക്ക് സ്ക്വാഡ് മോളിന്ന് വരുന്നു, TVA താഴേന്ന് വരുന്നു. കണ്ടു. പക്ഷേ ബ്ലാക്ക് സ്ക്വാഡിലെ രണ്ടുപേര് സെൽഫ് നോക്ക് ആയിരിക്കുന്നു. വീണ് നോക്കായി. ബ്ലാക്ക് സ്ക്വാഡിലെ രണ്ടുപേര് വീണ് നോക്കായി. ഇതെന്തായാലും അവര് കണ്ടാണ്, TV പ്ലേയേഴ്സ് എന്തായാലും ഇത് കണ്ടാണ്. സോ ഒരു പുഷ് ചെയ്ത് വരുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും നമ്മുടെ ഡിസ്കോഡ് ഇരിക്കുന്ന അഡ്മിന്റെ സൈഡിൽ നിന്ന് നമ്മുടെ സൗണ്ട് വീണ്ടും ഇങ്ങോട്ട് എക്കോയെ കേൾക്കുന്നുണ്ട്. അതൊക്കെ നോക്കേണ്ടതാണ്. സോ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് TVA നടക്കും നമുക്ക് കണ്ടറിയാം. പക്ഷെ ഈ ഒരു സമയത്ത് ഒരു ഫൈറ്റ് എടുക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. വീണ്ടും ഒരു പ്ലെയറും കൂടെ അവിടെ സെൽഫ് നോക്ക് ആവുന്നു. അടുത്ത പ്ലെയർ ക്യൂബൻ നോക്കായി. ഹിറ്റ്മാനും നോക്കായിരിക്കുന്നു. ഹിറ്റ്മാൻ ഇതിനകത്തല്ലോ, പക്ഷെ TVക്കും അവിടെ നിന്ന് ഇറങ്ങുമ്പോ സെയിം അവസ്ഥ തന്നെയായിരിക്കും TVക്കും സംഭവിക്കാൻ പോകുന്നത്. TJ സുരേഷ് അവിടെ മാഫിയ ജീവനെ നോക്കുന്നു. കൊച്ചുകുഞ്ഞ് അവിടെ മാഫിയയിൽ അടുത്തൊരു പ്ലെയറിനെ നോക്കുന്നു. കൊമ്പനൊരു നോക്കുന്നു. മാഫിയ തിരിച്ചൊരു നോക്കുന്നു. കൊച്ചുകുഞ്ഞ് ആ ഒരു കില്ല് ഫിനിഷ് ചെയ്യുന്നു. നറൂട്ടോ ഉസി ജോഡക്സ്മിക്ക് ഫിനിഷ് ആക്കി കളയുന്നു. കൊമ്പൻ അടുത്തൊരു നോക്കുന്നു. ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് കൊമ്പൻ. സുരേഷ് ഒരു കില്ല് ഫിനിഷ് ചെയ്യുന്നു. മാഫിയ പങ്കോച്ച് കൊമ്പനെ നോക്കിടുന്നു. സുരേഷ് അവിടെ ഒരു നോക്ക് എടുക്കാൻ പറ്റുമോ? മാഫിയ ജോസൂട്ടിയെ നോക്കിടുന്നു. മാഫിയ തിരിച്ചു പിടിക്കുവാണോ? നമുക്ക് നോക്കാം. സേവിയർ അവിടെ നോക്കിടുന്നു. തേർഡ് പാർട്ടി Z30 കറക്റ്റ് സമയത്ത് അവിടെ വന്നിരിക്കുന്നു. TJ സേവിയർ അവിടെ മാഫിയെ നോക്കിടുന്നു. Z30 കറക്റ്റ് സമയത്ത് വന്നിരിക്കുന്നു. Z30 മാഫിയ കൊച്ചുകുഞ്ഞ് അവിടെ TJ കൊച്ചുകുഞ്ഞ് ഒരു നോക്കിടുന്നു. Z30 വന്നിരിക്കുന്നു. നല്ല പണി കിട്ടാനുള്ള സാധ്യത TJക്ക് നല്ല. ഇതാണ് ഞാൻ പറഞ്ഞ കേസ്. ഒരു ഫൈറ്റ് കമ്മിറ്റ് ആയാൽ ഉടനെ തേർഡ് പാർട്ടി വരും. Z30 മൈറ്റി കൊമ്പനെ നോക്കാക്കുന്നു. മാഫിയ വൈപ്പ് ഓഫ് ആവുന്ന ഫസ്റ്റ് ടീം, ആദ്യത്തെ ടീം ഇവിടെ മാഫിയ വൈപ്പ് ഓഫ് ആവുന്നു. C30 വേഴ്സസ് TJ നടക്കുന്ന TJയിൽ കുറെ പ്ലേസ് തന്നെ ഡൗൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ TJക്ക് ഒരു പണി ആവാൻ തന്നെ ചാൻസ്. C30 കറക്റ്റ് ടൈം തന്നെ യൂട്ടിലൈസ് ചെയ്ത് തേർഡ് പാർട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു കളിയിൽ ഫൈനൽസിൽ എന്തായാലും തേർഡ് പാർട്ടി എടുക്കുന്നതിന് കുറച്ചുകൂടെ സേഫ്റ്റി അത് തന്നെയാണ് C30 ചെയ്തിരിക്കുന്നത്. നോക്കണ്ട TJ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. C30 ഗോട്ട് തുടങ്ങുന്നുണ്ട്. ഓടിച്ചെടുപ്പിക്കുന്നുണ്ട്. കൊച്ചുകുഞ്ഞിപ്പിക്കുന്നുണ്ട്. റഹ്മാൻ അലി അടുത്ത ആർക്ക് എന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. സോ നോക്കുവാണെങ്കിൽ TJക്ക് വീണ്ടും ഒരു പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട്. C30 ഓടിച്ച് പിക്ക് എടുക്കുന്നു. വീണ്ടും ഒരു പിക്ക് എടുക്കുന്നു. മാലിക് ഡൗൺ ആണ്. നീൽക്കോട്ട് ഒരു പിക്ക് എടുക്കുന്നു. OTC എന്തായാലും പിക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. സോ നോക്കുകയാണെങ്കിൽ TJക്ക് നല്ല പോലെ തന്നെ പ്ലാൻ പണിയായിട്ടുണ്ട്. മാഫിയ പോയ പോലെ അതുപോലെ റോബിൻ ലുക്കിയെ നോക്കാക്കുന്നു. ഗ്രിംജോ മാത്രം ബാക്കിയാണോ? 2 പ്ലേയേഴ്സ് മാത്രം ബാക്കിയെന്ന് തോന്നുന്നു. അത് ഒരു പ്ലെയർ 4 പിക്കോടെ നിൽക്കുന്നുണ്ട്. C30 വൈപ്പിംഗ് TGA. ഇവിടെ 9 കില്ലോട് കൂടി മാഫിയെ വൈപ്പ് ചെയ്ത TGA Z30 വൈപ്പ് ചെയ്യുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത് കേസ്. ഈ ഒരു ലോബിയിൽ ഫൈറ്റ് എവിടെ കമ്മിറ്റ് ആവുന്നോ അവിടെ ഒരു തേർഡ് പാർട്ടി വന്നിരിക്കും ഫോർ ഷുവർ. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. TGA 9 കില്ല് എടുത്തിട്ടുണ്ട്. മാഫിയ നോക്കുവാണെങ്കിൽ 2 കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. Z30യുടെ കില്ല് അവിടെ വരുന്നുള്ളൂ. ഈ Z30യെ വെയിറ്റ് ചെയ്ത് അടുത്തൊരു ഫൈറ്റ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. കില്ല് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല ഇവിടെ. Z30 9 കില്ലോട് കൂടി Z30യും 9 കില്ലോട് കൂടി TGAയുമാണ് കറന്റ് ഉള്ളത്. പക്ഷേ TGA വൈപ്പ് ഓഫ് ആയിട്ടുണ്ട്. 9 കില്ലോട് കൂടി Z30 കറന്റ് നിൽക്കുന്നു. C30 നടക്കാൻ എല്ലാം കാണുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ C30 TGയുടെ അടുത്തോട്ടാണ് TVയുടെ അടുത്തോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ നോക്കുകയാണെങ്കിൽ രണ്ടും ഫുൾ ടീമോടെ തന്നെ അഗസ്റ്റ്യൻ നോക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചും കൂടെ ടൈം എടുത്ത് കളിക്കാമായിരുന്നു. ഡെക്കാറോക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ഡെക്കാറോ നോക്കായിട്ടില്ല. 2 പേർക്ക് നല്ല ടാഗ് കിട്ടുന്നു. 2 സൈഡിലും അടിയുണ്ട്. TVയുടെ ഒരു അഗ്രസീവ് പുഷാണോ അവിടെ. ഇറ്റാച്ചി ആദ്യത്തെ നോക്കെടുക്കുന്നു TVക്ക് വേണ്ടിയിട്ട്. ഇറ്റാച്ചി അസീം ഡെസ്ട്രോ അവിടെ നോക്കെടുക്കുന്നു. TVക്ക് വേണ്ടിയിട്ട് ഡെസ്ട്രോ നോക്കെടുക്കുന്നു. അസീമിനെ നോക്കാക്കി ഫിനിഷ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു ഡെസ്ട്രോ. നീല് ബഗ്ഗായി. അതിനകത്ത് നീല് നോക്കാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നീലകണ്ഠൻ ഒരു നോക്കെടുത്തിരിക്കുന്നു. നീലവിടെ നീലിനെ നോക്കാക്കി. നീലിനെ ഡെസ്ട്രോ അടിച്ച് ഫിനിഷ് ചെയ്യുന്നു. ഡെസ്ട്രോ അവിടെ നോക്കായി.
ഡെസ്ട്രോ നോക്കാവുന്നു. ഓഗസ്റ്റിൻ അവിടെ ഡെസ്ട്രോയെ നോക്കാക്കുന്നുണ്ട്. ഡെസ്ട്രോയെ ഫിനിഷ് ചെയ്യാനുള്ള ചാൻസ്. സ്നൈപ്പ് അവിടെ ഓഗസ്റ്റിനെ നോക്കാക്കുന്നു. ആൻഡ് മൈറ്റി ഡെസ്ട്രോയും ഫിനിഷായി. ഡെസ്ട്രോയും ഫിനിഷ് ആയിരിക്കുന്നു. നീലും ഫിനിഷ് ആയിരിക്കുന്നു. 2 പ്ലേയേഴ്സും ടിവിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആൻഡ് സ്നൈപ്പ് അടുത്തൊരു നോക്കും കൂടി വരുന്നു. 2 പ്ലേയേഴ്സ്, 1 പ്ലെയർ മാത്രം ബാക്കി. തിക്കോ മാത്രമാണോ ബാക്കി? തിക്കോ മാത്രമാണെന്ന് തോന്നുന്നു. തിക്കോ മാത്രം Z30 ബാക്കി. ഓ 1 HP സിക്കോ സർവൈവ് ചെയ്യുന്നു. ആദ്യത്തെ ഫൈറ്റിൽ തന്നെ ടിവിക്ക് 2 പ്ലേയേഴ്സിനാണ് നഷ്ടമായിരിക്കുന്നത്. ഓ 2 പേരുണ്ട്. ഒരാളെ ബാക്കിലുണ്ട്. ആൻഡ് ഒരു റിവൈവൽ അവിടെ പോസിബിൾ ആണോ എന്ന് അറിഞ്ഞൂടാ. റിവൈവൽ അവിടെ പോസിബിൾ അല്ല. ആൻഡ് ഇവിടെ ടിവിയെ നോക്കുവാണെങ്കിൽ Z30 ടിവി അപ്പോൾ 7 കില്ല് മാത്രമേ ടിവിക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 3 പേര് കറന്റ് എലവാണ്. നീലും അതുപോലെ വില്ലു ഇവിടെ തിരിക്കുന്നു. ടിവിയെ Z30 പുറകിലാണ് പൊക്കോണ്ടിരിക്കുന്നത് തോന്നുന്നു. സോ നോക്കുകയാണെങ്കിൽ ആ ഒരു നീല ആ ഒരു സ്മോക്കി കിടന്നുകൊണ്ട് തന്നെ ഡെസ്ട്രോ അത് കാണാതെ എൻ്റെ ഒരു ഇത് എടുത്തുകൊണ്ട് തന്നെ നീല അങ്ങനെ അവർക്ക് നഷ്ടമായി. നീലം നഷ്ടമായി. സോ എവിടൊക്കെ ഫൈറ്റ് നടന്നാലും അവിടെ അപ്പൊ തേർഡ് പാർട്ടി വരും എന്ന് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. ഈ ഒരു ലോബിയുടെ പ്രത്യേകത അതാണ്. കാരണം 12 പേരാണുള്ളത്. എവിടെ ഫൈറ്റ് നടന്നാലും ഈ സൗണ്ട് കേട്ട് തേർഡ് പാർട്ടി അടിക്കാൻ ടീമുകൾ വരും. അതൊരു നല്ല സ്ട്രാറ്റജിയും കൂടിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ. ആൻഡ് Z30 3 പ്ലേയേഴ്സ് മാത്രം ബാക്കി. സോ നോക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചെയ്തത്. അപ്പോൾ കാണുകയാണെങ്കിൽ നമ്മൾ ഓരോ ഫൈറ്റ് എടുക്കുമ്പോഴും നല്ല നല്ല ടീമുകളായതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് കാഷ്വാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ സോണിലോട്ടൊക്കെ പോകുമ്പം ആ ഒരു ടീമിൽ കുറച്ച് മെമ്പേഴ്സ് മാത്രമായിരിക്കും എലൈവ് ഉള്ളത്. സോ അതിനെക്കാട്ടിയും ബെറ്റർ ആ ഒരു തേർഡ് പാർട്ടി C30 നേരത്തെ നോക്കുകയാണെങ്കിൽ TGA മാഫി ആയിട്ടുള്ള ഫൈറ്റിൽ തേർഡ് പാർട്ടി കറക്റ്റ് വന്ന് എടുത്തുകൊണ്ട് തന്നെ അവർക്ക് കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ TV അവിടെ ഒരു ഗെറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം C30 ഒരു പണി കിട്ടി. സോ ഒരു പെർഫെക്റ്റ് ഒരു ടൈമിങ്ങിന് ഒരു തേർഡ് പാർട്ടി അത് തന്നെയാണ് ഈ ഒരു ഫൈനലിൽ നമുക്ക് കാണാൻ പോകുന്നത് എന്തായാലും ഇനി. സോ ഇറ്റാലിയ ആ ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് വെച്ചിട്ട് നോക്കട്ടെ. KV വേഴ്സസ് ഈസി നടക്കാൻ ഒരു ചാൻസ്. പക്ഷെ 2 സൈഡിലും അവർ പുഷ് ചെയ്ത് അടിക്കാൻ തോന്നുന്നില്ല. എന്തായാലും സോൺ ഇൻ ആവേണ്ട ഇരിക്കുന്നു 2 ടീമിനും. നോക്കാം 2 മിനിറ്റ് ബാക്കിയുണ്ട് സോൺ ഇൻ ആവാൻ വേണ്ടിട്ട്. ഈസിക്ക് നല്ല ടാഗ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈസി കുറച്ച് ലോങ് റൊട്ടേഷൻ എടുത്ത് സോണിലേക്ക് കയറാനുള്ള പ്ലാനാണ്. ഒരു നോക്ക് ഇടാൻ പറ്റുമെന്നുള്ളത് KV ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ആൻഡ് അവർ കവറിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇതുവരെ അങ്ങനെ ഒരു നോക്ക് എടുക്കാൻ KV സൈഡിൽ നിന്ന് പറ്റിയിട്ടില്ല. ആൻഡ് റാഫിന് നല്ല ടാഗ് തിരിച്ച് ഈസിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നു. ആൻഡ് TV ട്രൈങ് ടു ഗെറ്റ് RSS7 സോണില് തറ വീണിട്ടുണ്ട്. RSS7 നൂബ് തറ വീണിട്ടുണ്ട്. ഫിനിഷ് ആയിട്ടില്ല. ഈ മൗണ്ടിന് നിൽക്കുന്ന എല്ലാവരും സ്ലിപ്പായി വീഴുന്നുണ്ട്. ഇറ്റാലിയ ബ്ലാക്ക് സ്ക്വാഡ് മാസ് 3 ടീം അടുത്തടുത്ത്. ഓ ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ് വേഴ്സസ് മാസ്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഗോഗു പറയൂ. MRC ഗോഗു എന്തെങ്കിലും പറയണം പ്ലീസ്. ഇറ്റാലിയ വേഴ്സസ് BS നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. നോക്കുകയാണെങ്കിൽ C30 അവിടുന്ന് സോൺ ഔട്ട് എന്നാലും ഇറ്റാലിയ വേഴ്സസ് BS 2 നല്ലൊരു ടീം, പവർഫുൾ ടീമാണ്. നോക്കുകയാണെങ്കിൽ ഇറ്റാലിയക്ക് ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ്. ഇറ്റാലിയ ഡെത്ത് എടുക്കുന്നു. ക്യൂബിന് പിക്ക് എടുക്കുന്നു. നോക്കുകയാണെങ്കിൽ BSന് ഒരു പണി പാടാൻ ചാൻസ് ഉണ്ട്. ഒസാക്ക അടുത്തൊരു പിക്ക് എടുക്കുന്നു. ഒസാക്ക ഒരു പിക്ക്. BSന്റെ 2 പേരാണ് ഇപ്പൊ നോക്കായിട്ടുള്ളത്. BSന് നല്ലപോലെ പണി പാളിയിരിക്കുന്നത്. BSന് ഇത് എന്തായാലും ഇറ്റാലിയനെ ഡൗൺ ആക്കിക്കൊണ്ട് മുന്നോട്ട് കയറാൻ പറ്റും. നമുക്ക് കണ്ടത് ഇറ്റാലിയ ബ്രൂട്ടും അടുത്തൊരു പിക്ക് എടുക്കുന്നു. വിംബി ഡൗൺ ആണ്. BSന്റെ എന്തായാലും അപ്പൊ തന്നെ ഇൻസ്റ്റന്റ് റിവൈവ് നോക്കുന്നുണ്ട്. പക്ഷെ അതൊരു പണിയാവാൻ നമുക്ക് കണ്ടറിയാം. എന്തായാലും BS പിക്കിംഗ് ഓഫ് ഇറ്റാലിയ പിക്കിംഗ് 2 players ഫ്രം BS. സോ BS എന്തായാലും എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. എന്തായാലും BSന് ഒരു നല്ല പോലെ ഡിസഡ്വാൻറ്റേജ് ആണ്. പക്ഷെ അവർ എല്ലാ പ്ലേയേഴ്സിനും റെസ്റ്റ് ചെയ്തു. 3 പ്ലേയേഴ്സ് നോക്കാക്കിയിട്ട് പോലും ഫ്ലിക്ക് അവിടെ RSS7 ഫ്ലിക്ക് വീണ്ടും നോക്കാവുന്നു. ഓ മാസിന്റെ മാസ് എൻട്രി കട്ട് ഓഫ് ചെയ്യാനാണ് ഇറ്റാലിയ ബാക്ക് ഓഫ് ചെയ്തത്. നല്ലൊരു സെൻസിബിൾ ഗെയിം പ്ലേ ഫ്രം ഇറ്റാലിയ വേഴ്സസ് മാസ് വേഴ്സസ് BS. നോക്കുകയാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി കറക്റ്റ് മാസമായി വന്നപ്പോൾ തന്നെ ഇറ്റാലിയ കയറി ഒന്ന് ചൊറിഞ്ഞു. സോ മാസ് താഴോട്ട് വീണ്ടും പോയിക്കുന്നു. പക്ഷെ സ്റ്റിൽ അവിടെ വെയിറ്റിംഗ് ആണ് മാസ്. സോ എന്തായാലും ഫൈനൽസ് നിങ്ങൾ ഇത് തന്നെയായിരിക്കും കാണുന്നത്. തേർഡ് പാർട്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന പുലിയെ പോലെ പാത്തിരിക്കുന്ന ടീംസിനെ. സോ ഹിയർ വി ഗോ ദ ഫൈനൽ. അടുത്തൊരു സോൺ വരുന്നുണ്ട്. ഈ സോൺ എങ്ങോട്ട് പോകും നോക്കി നോക്കാം. എല്ലാ ടീമുകളും സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം. ഇറ്റാലിയ വേഴ്സസ് KV വേഴ്സസ് മാസ്.
ഒരു സൈഡിൽ നടക്കുമ്പോൾ അടുത്ത തേർഡ് പാർട്ടി എവിടെ നിന്ന് വിപ്സി സ്വന്തം ടീമിനെ നോക്കാക്കിയിട്ടുണ്ട്. ലോർഡ് ഫ്ലാക്കോയെ അവിടെ നോക്കാക്കുന്നു. RSH7 vs RSH7 നടക്കുന്നു. കില്ല് കിട്ടാതെ വന്നപ്പോ സ്വന്തം ടീമിനെ അടിക്കുന്നു തോന്നുന്നു. അതെ, നമുക്കൊരു ഫൈറ്റ് കാണാത്തോണ്ട് RC7 തന്നെ നമുക്ക് സോണില് RSH7 ഭാഷ നോക്കാവുന്നു. ഭാഷ നോക്കായി, ടോറസ് നോക്കായി, എല്ലാരും വീണ് നോക്കാവുന്നു. ഒരു നമ്മുടെ സെമി ഫൈനലിലെ പോലത്തെ ഒരു ഹാർഡ് സോണാണ് വന്നത്. നേരെ പോയില്ലെങ്കിൽ വീണ് ചാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. RSH7 ഭാഷയെ അവിടെ പ്രസ് ചെയ്യാൻ പപ്പുവിന്റെ സ്ട്രാറ്റജി കണ്ണു നോക്കി തലപ്പതി സെൽഫ് നോക്കാവുന്നു. വിസ്ഡം അവിടെ റിവൈവ് ചെയ്തോണ്ടിരിക്കുന്നു. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ മറിഞ്ഞു വീഴാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ട്. ടോറസ് അവിടെ സെൽഫ് കില്ലാവുന്നു സോണിൽ. വീണ്ടും ഈ ഒരു മലയിലുള്ള ഒരു പ്രശ്നം ഇതാണ്. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ പപ്പു ടീമേറ്റ്സിനൊന്നും ആ ഒരു ട്രിക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലെന്ന് തോന്നുന്നു. പതുങ്ങി പോണ ഒരു ട്രിക്ക് പപ്പു സ്വന്തമായി വെച്ചോണ്ടിരിക്കുകയാണ്. സോ അടുത്ത സോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. സോൺ ഷിഫ്റ്റ് ആവുന്നത് നമുക്ക് നോക്കി എങ്ങോട്ടാണ് സോൺ ഷിഫ്റ്റ് വരുന്നതെന്ന്. ടിവിയെ നോക്കുവാണെങ്കിൽ മലയിലോട്ട് കയറി പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ടിവിയുടെ തൊട്ടുമുകളിൽ RSH7 ഉണ്ട്. RSH7 vs TV ആവാനുള്ള ചാൻസ്. ആൻഡ് അടുത്തൊരു സോൺ വന്നിട്ടുണ്ട്. സോൺ നോക്കുവാണെങ്കിൽ സോണിനകത്ത് BS-ഉം അതേപോലെ തന്നെ ഇറ്റാലിയയും മാസും അതുപോലെ ഛോട്ടാ മുംബൈ മാത്രമേ സോണിലുള്ളൂ. ഛോട്ടാ മുംബൈ സെമി ഫൈനൽ കളിച്ചതുപോലെ തന്നെ സെൻസിബിൾ ആയിട്ട് സോണിനകത്ത് കയറി ഒരു പൊസിഷൻ എടുത്ത് ലാസ്റ്റിൽ വരുന്ന ഫൈറ്റ് മാത്രം എടുത്താണ് CM സെമി ഫൈനൽ ക്വാളിഫൈ ആയ ഒരു ടീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് അവർ ഫൈനൽസിലും കളിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി പോകുന്നില്ല, പൊസിഷൻ എടുക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു, ലാസ്റ്റിൽ വരുന്ന ഫൈറ്റ് എടുക്കുന്നു, ക്വാളിഫൈ ആവുന്നു എന്നുള്ള രീതിയിലാണ് CM കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. സോ നോക്കുവാണെങ്കിൽ 10 ടീമും വീണ്ടും ബാക്കി 88 പ്ലേയേഴ്സ് ആണ് ഈ ഒരു സോണിൽ എലൈവായിട്ടുള്ളത്. സോ നോക്കുവാണെങ്കിൽ TJ മാഫിയ മാത്രമാണ് ഒരു വൈപ്പായിട്ടുള്ളത്. C13 ആണെങ്കിൽ പ്ലേയേഴ്സ് കുറവാണ്. TV vs RC7 ആണ് നടക്കുന്നത്. TV vs RC7 ഒരു 8v10 ഫൈറ്റ് ആണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. ഒരു 8 vs 10 ഫൈറ്റ് TV vs RSH7 ആണ് നമ്മൾ കാണുന്നത്. RSH7 വിപ്സി തൊട്ട് താഴെ ഇരിപ്പുണ്ട്. പക്ഷെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. TV മെമ്പർ സ്പോട്ട് ചെയ്തിട്ടില്ല. TV vs RSH7 മാധവനുണ്ണിയും വിപ്സിയും തൊട്ട് ലെഫ്റ്റില് ഹോൾഡ് ചെയ്ത് നിൽക്കുവാണ്. ആൻഡ് അവര് ഫ്ലിക്കിനെ അവിടെ ജുഗ്രു നോക്കാക്കുന്നു. ഫ്ലിക്ക് അവിടെ നോക്കായിരിക്കുന്നു ഇൻസ്റ്റന്റ് ആയിട്ട്. മാധവനുണ്ണിയും വിപ്സിയും കണ്ടിരിക്കുന്നു. മാധവനുണ്ണി ജുഗ്രു vs വിപ്സി. സ്നൈപ്പ് അവിടെ കണ്ടിരിക്കുന്നു. വിപ്സി നോക്കാനുള്ള ചാൻസ് ഉണ്ടോ? മാധവനുണ്ണിയും വിപ്സിയും രണ്ടുപേരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നുള്ളൊരു കാര്യം അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. എന്തായാലും RSH7 സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ടീമിന് വേണ്ടി വരുന്നുണ്ട്. TVക്ക് എല്ലാ സൈഡിൽ നിന്നും അടി വരുന്നുണ്ട്. വേറെ സ്കോഡുകളും TVയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. TVയുടെ അടുത്തോട്ട് മൾട്ടിപ്പിൾ ഫൈറ്റ് ആണ് വരുന്നത്. ആൻഡ് മാധവനുണ്ടെങ്കിൽ അവിടെ അടുത്തൊരു നോക്ക് വീഴാൻ ലോർഡ് ഫാൽക്കോയെ അവിടെ ഡോർക്കി അടിച്ചിടുന്നു. വിപ്സി ലോർഡ് ഫാൽക്കോയെ ഫിനിഷ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫിനിഷ് ആക്കുവോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കാം. ഫിനിഷ് ആയില്ല. ടൈംലി സ്മോക്ക്. ഭാഷ നോക്കാനുള്ള ചാൻസ്. ഭാഷ നോക്കായില്ല. ലോർഡ് ഫാൽക്കോയെ അവിടെ കറക്റ്റ് സമയത്ത് കിടിലൻ ടീം വർക്ക് എന്ന് പറയണം RSH7 സൈഡിൽ നിന്ന്. അടിപൊളി ടീം വർക്ക് ഫ്രം RSH7. നല്ലൊരു റിവൈവൽ. ടീം കവർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. കറക്റ്റ് ടൈംലി മെമ്പേഴ്സ് സ്മോക്ക് ഇട്ട് കൊടുക്കുന്നു, റിവൈവ് ചെയ്ത് കൊടുക്കുന്നു. സെൻസിബിൾ ഗെയിം പ്ലേ ഫ്രം RSH7. സോ എന്തായാലും RSH7 ആ ഒരു ഫൈറ്റ് കമ്മിറ്റ് ചെയ്യാണ്ട് തന്നെ നമ്മുടെ BS-ന്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കണ്ടറിയാം. എന്തായാലും നല്ലൊരു ട്രൈ ആണ് രണ്ട് ടീമിന്റെ ഭാഗത്തുനിന്നും നടത്തിയത്. TV vs RC7 ഒരു ഡോമിനേറ്റഡ് ടീമാണ് രണ്ട് ടീമും. സോ എന്തായാലും ആ ഒരു സോണിൻ കയറി പതുക്കെ കളിക്കാൻ തന്നെയാണ് രണ്ട് ടീമിന്റെ ഇനി ഒരു ഇത്. പക്ഷെ RC7 ചെന്ന് കയറുന്നത് ബ്ലാക്ക് സ്കോണിന്റെ അടുത്തും ഇറ്റാലിയന്റെ അടുത്തും പണി പാളാനുള്ള ചാൻസുകൾ എല്ലാം ഇവിടെ ഉണ്ട്. രണ്ട് ടീമിന്റെ അടുത്തേക്കാണ് പുഷ് ചെയ്തത്. മേളിൽ നിന്നും താഴെ നിന്നും അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പണി പാളി RSH7ന്റെ പണി പാളിയിരിക്കുന്നു. അവര് തിരിച്ചു പോയി കയറാൻ പോകുന്നത് ബ്ലാക്ക് സ്കോഡിന്റെ അടുത്തേക്കാണ്. ബ്ലാക്ക് സ്കോഡ് വേഴ്സസ് RSH7 സ്പ്ലിറ്റ് ആയിരിക്കുന്നു ഇവിടെ. ബ്ലാക്ക് സ്കോഡിന് RSH7ന്റെ പണി പാളി. അവരെങ്ങനായാലും സാൻഡ്വിച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒസാക്ക അവിടെ വിശുദ്ധത്തിനെ നോക്കാക്കുന്നു. സബർ ജെല്ലി അവിടെ മാധവനുണ്ണിയെ നോക്കാക്കുന്നു. ഭാഷ ഇവിടെ നോക്കാക്കുന്നുണ്ട് തോന്നുന്നു. ജിൻസക്കായി ഭാഷ നിലത്ത് വീണ് മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോർഡ് ഫാൽക്കോ അവിടെ ഉണ്ട്. ആൻഡ് ഈ ഒരു കറക്റ്റ് സമയത്ത് അവിടുന്ന് ഇറ്റാലിയ പുഷ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. RSH7ന്റെ ഒരു ലൈനപ്പ് നല്ലതുപോലെ പണി മേടിച്ചിട്ടുണ്ട് ഇവിടെ. ഇറ്റാലിയ കറക്റ്റ് സമയത്ത് പുഷ് ചെയ്യുമോ നമുക്ക് നോക്കാം. വിപ്സി അവിടെ വൈഡിയെ നോക്കാക്കുന്നു. RSH7 വിപ്സി അവിടെ. ആൻഡ് ഇറ്റാച്ചി അവിടെ തലപതിയെ നോക്കാക്കുന്നു.
ഇറ്റാച്ചി തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. തലപ്പതിയെ ഇറ്റാച്ചി നോക്കാക്കുന്നു. ഷെയ്ക്ക് അവിടെ ഒരു നോക്ക് എടുക്കുന്നു. നീലകണ്ഠൻ ഒരു നോക്ക് ഫിനിഷ് ചെയ്യുന്നു. ടിവിയെ നീലകണ്ഠൻ ഒരു നോക്ക് ഫിനിഷ് ചെയ്യുന്നു. കറക്റ്റ് സമയത്ത് അവിടുന്ന് ഇറ്റാലിയ പുഷ് ചെയ്ത് വന്നു. ഇറ്റാലിയ വേഴ്സസ് ബ്ലാക്ക് സ്ക്വാഡ് ആണ്. RSS പപ്പും ഭാഷയും ഫാൽക്കോ. പക്ഷേ KV അതിനു മുമ്പ് തന്നെ വൈപ്പ് ഓഫ് ആയിരിക്കുന്നു. ഇനി ഭാഷ അവിടെ വീണു. പപ്പു വീഴാൻ പോകുന്നു. പപ്പുവിന് നല്ല ടാഗ് കിട്ടുന്നു. പപ്പു വീണു. സാവേജ് ആണ് പപ്പുവിനെ അടിച്ചിട്ടിരിക്കുന്നത്. RSS ഒരു പ്ലെയർ മാത്രം ബാക്കി. KVയുടെ ബ്ലാക്ക് സ്ക്വാഡ് അവിടെ പോയിരിക്കുന്നു. സാവേജ് പപ്പുവിന്റെ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. RSS ജിൻസക്കായി മാത്രം ബാക്കി. ജിൻസക്കായി വീണ് മരിക്കാനുള്ള ചാൻസ് ഉണ്ടില്ല. ബ്രൂട്ടും അവിടെ ജിൻസക്കായി ഫിനിഷ് ചെയ്യുന്നു. ഇനി RSS IGL മാത്രം ബാക്കി. IGLനും അങ്ങനെ RSS മെയിൻ ലൈനപ്പും ഇവിടുന്ന് വിടവാങ്ങുന്നു. 9ാം സ്ഥാനത്താണ് RSS ഇവിടുന്ന് വൈപ്പ് ഓഫ് ആയത്. രണ്ട് സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രഷറാണ് വന്നത്. ഒരു വൃത്തികെട്ട പൊസിഷനിലായി പോയി RSS. കുഴപ്പമില്ല, നല്ലൊരു ട്രൈ ആയിരുന്നു RSS സൈഡിൽ നിന്ന്. നമുക്ക് അടുത്ത് നോക്കാം. ഇറ്റാലിയ വേഴ്സസ് ഫൈനൽ സർക്കിൾ വിൽ ബി ഇറ്റാലിയ വേഴ്സസ് TVയെ 10 കില്ലോട് കൂടി ടോപ്പ് ഓഫ് ദ ആണല്ലേ. ഓക്കെ, TV ആണ് കറന്റ് 10 കിലോയോട് കൂടി. TVയെയും അതുപോലെ ഇസഡ് ടീമാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. TV 8 പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് കളിക്കുന്നത്. നമുക്ക് നോക്കാം. നോക്കുകയാണെങ്കിൽ ആ ഒരു ഏരിയയില് CM അവിടെ ഫൈറ്റ് ആയിരിക്കുന്നു. CM വേഴ്സസ് KVA വേഴ്സസ് CM. അളിയ പറഞ്ഞു. നോക്കുകയാണെങ്കിൽ അയ്യോ CM ട്രാക്കർ എടുക്കുന്നുണ്ട്. CM പണിവാളി നമ്മുടെ ഗീഗിൾ എനിക്കൊരു പണി എന്നതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഗീഗിൾ ഗെയിമിംഗ്. നോക്കുകയാണെങ്കിൽ KVA സിത്തു അടുത്തൊരു പിക്ക് എടുക്കുന്നുണ്ട്. CMന് ഒരു പിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, കണ്ടറിയാം എന്താണ് നടക്കുന്നത്. CMല് നമ്മുടെ അങ്ങാണുള്ളൂ അവിടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. സോ ഈ ഒരു KVക്ക് എന്തായാലും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അവരുടെ സെക്കൻഡ് ലൈനപ്പാണ് കയറി വരുന്നത്. KV ഒരു പണി ഇവിടെ നോക്കുവാണെങ്കിൽ ഈസിയുടെ കറക്റ്റ് സമയത്ത് ഈസി വസ്തുത DLX ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈസി വസ്തു DLX. ഈസിയുടെ ട്രാക്ക് അവിടെ പിക്ക് എടുക്കുന്നു. CM ഈസിയെ നോക്കാക്കുന്നു. ഈസി വേഴ്സസ് DLX ആണ് നടക്കുന്നത്. കറക്റ്റ് സമയത്ത് തൊട്ട് ബാക്കിൽ CM നല്ലൊരു പൊസിഷൻ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. 8 ടീമുകളും 57 പേരും ഇൻ ദ ഫൈനൽ സർക്കിൾ. TM ഈസിയെ ഗേറ്റ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. DLXും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്. വോൾട്ടിൻ അവിടെ താഴേക്ക് യാത്രയായിക്കൊണ്ടിരിക്കുന്നു. വോൾട്ടിൻ DLS ജോഷുവ ഒരു പിക്ക് എടുക്കുന്നു. സെക്ക അവിടെ ഒരു പിക്ക് എടുക്കുന്നു. നോക്കുവാണെങ്കിൽ ഏത് ടീമിനാണ് പണി കിട്ടിയെന്ന് അറിയത്തില്ല. പക്ഷെ ഏത് ടീമാണ് ഇപ്പൊ നേരത്തെ നിൽക്കുന്നത് അറിയാൻ വയ്യ. അവിടെ നോക്കാവുന്നു. ചരണിനെ അവിടെ നോക്കാക്കുന്നുണ്ടോ? ജോഷു അവിടെ നോക്കാക്കുന്നുണ്ട്. ചരൺ അവിടെ ക്വാർട്ടർ അവിടെ നോക്കാക്കൂ. ചരൺ വേഴ്സസ് ക്വാർട്ടർ. പക്ഷേ അവിടുന്ന് CM പുഷ് ചെയ്ത് വന്നു. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കാം ഇവിടെ. ഈസി പണി പാളിയ അവസ്ഥയിലാണ്. CM പെർഫെക്റ്റ് ടൈമിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. പുഷ് ചെയ്തിട്ട് സോണും വരുന്നുണ്ട്. ഈസിക്ക് എന്തായാലും സോണിന്റെ അകത്ത് കാരണം ഇതെന്തായാലും CCക്ക് ഒരു പണിയാവാൻ തന്നെ ചാൻസ്. CM നോക്കുകയാണെങ്കിൽ നല്ല ഒരു പ്ലെയർ അവിടെ സ്മോക്ക് ചെയ്തിരിക്കുന്നത് ആരെങ്കിലും കണ്ടോ? സ്മോക്കിനകത്ത് ഇരിക്കുവാണ്. ഒരു പൊസിഷൻ പോയിന്റ് പിടിച്ചു കൊടുക്കാൻ റാപ്പ് KVക്ക് വേണ്ടി അവിടെ ട്രൈ ചെയ്യുന്നുണ്ട്. സോ നോക്കുവാണെങ്കിൽ നമ്മുടെ CMലെ ഒരു പ്ലെയർ അവിടെ എന്തായാലും ഉണ്ട്. KV ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. എന്തായാലും നട്ടമ്മായി എന്തായാലും ഫൈനൽ സർക്കിളിലേക്ക് നമ്മൾ പോകുമ്പോൾ 7 ടീമുകൾ മാത്രം ബാക്കി. ഇവിടെ ടീമിനകത്ത് മാസ് മാത്രമാണ് കറന്റ് ഇതിനകത്തുള്ളത്. ഇറ്റാലി അങ്ങോട്ട് വരുന്നുണ്ട്. മാസിലെ റംബൂട്ടാൻ അവിടെ CMലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. തിരിച്ച് CMലെ സൈഡിൽ നിന്ന് ഒരു നോക്ക് ഇടാൻ പറ്റിയിട്ടില്ല. നമുക്ക് നോക്കാം അവിടെ റിവൈവൽ പോസിബിൾ ആണോ? മാസ് വേഴ്സസ് CM. അൾട്രോനെ നോക്കാക്കി ഫിനിഷ് ചെയ്ത് കളയുന്നു. മാസ് വേഴ്സസ് CM ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബുള്ളോപ്പി വേഴ്സസ് CMലെ നോക്കാം. CMലെ മാസ് ഓളി അവിടെ CMലെ ഒരു പ്ലെയറിനെ ഇവിടെ നോക്കാക്കുന്നു. എന്തായാലും ഡൗൺ ആയിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ മാസം
മാസ അൺബാൻ ഒരു പിക്ക് എടുക്കുന്നു, സോനുമോൻ ഒരു പിക്ക് എടുക്കുന്നു, CMLA ഷിക്കണി ഒരു പിക്ക് എടുക്കുന്നു, ഷിക്കണി അടുത്തൊരു പിക്ക് എടുക്കുന്നു, അൺബാൻ അടുത്തൊരു പിക്ക് എടുക്കുന്നു, അൺബാന്റെ 2 പിക്കാണ്, CMLA ഷിക്കണി 2 പിക്കാണ്, ബുള്ളോപ്പി അടുത്തൊരു പിക്ക് എടുക്കുന്നു, CMLA കൽഹോൺ ഗാംഗുളു പിക്ക് എടുക്കുന്നു, അൺബാന്റെ പിക്ക് എന്തായാലും പിടിച്ചിരിക്കുന്നു. നോക്കുകയാണെങ്കിൽ ടൈസൺ, നമ്മുടെ മൈക്ക് ടൈസൺ ടിവിയെ എത്തിയിരിക്കുന്നു തൊട്ട് പുറകിൽ. ടിവിയുടെ പ്ലേയേഴ്സ് പക്ഷെ തെന്നി വീണിട്ടുണ്ട്. അവർ നല്ല സ്പ്ലിറ്റപ്പ് ആണ് ടിവിയുടെ പ്ലേയേഴ്സ്. ടിവിയെ സാവേജ് അവിടെ നോക്കെടുക്കുന്നു. സാവേജ് അവിടെ CM-നെ വൈപ്പാക്കി. പക്ഷേ കറക്റ്റ് സമയത്ത് ഇറ്റാലിയെ മാസും കയറി വരുന്നുണ്ട്. ഇറ്റാലിയെ മാസും ആൻഡ് ടിവിയെ സ്നൈപ്പ് അവിടെ. നീലകണ്ഠൻ 2 നോക്ക്, നീലകണ്ഠന്റെ വക 2 നോക്ക്, നീലകണ്ഠൻ സ്നൈപ്പിന്റെ വക 2 നോക്ക്, സ്നൈപ്പിന്റെ വക 2 നോക്ക്. ആൻഡ് അവിടുന്ന് കില്ലുകൾ സീലായി പോകുന്നു. കില്ലുകൾ അവിടെ സീലായി പോകുന്നുണ്ട് നല്ല രീതിയിൽ. ഇറ്റാലി അവിടെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഇറ്റാലിയ അവസ്ഥ CBA നടക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. 6 ടീമുകൾ കറന്റ് എലവായിട്ടുണ്ട്. നീലകണ്ഠൻ ഒസാക്ക അവിടെ മാസോളിയെ ഫിനിഷ് ചെയ്യുന്നു. KVR റാഫ് ഇവിടെ തൊട്ട് താഴെയുണ്ട്. KVR റാഫിനെ ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. KVR റാഫിനെ സ്പോട്ട് ചെയ്തു. ഇറ്റാച്ചിയെ നോക്കാക്കാനുള്ള ചാൻസ് അല്ല. റാഫിനെ അവിടെ സ്റ്റീവ് അസ്രയിൽ ഫിനിഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്നൈപ്പിനും ജുഗ്രുവിനും പണി പാടാനുള്ള ചാൻസ് ഉണ്ട്. ജുഗ്രു അവിടെ പണി പാളി. ജുഗ്രുവിനവിടെ പണി പാടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവിടെ ജുഗ്രു നോക്കാവുന്നു. ജുഗ്രു അവിടെ നോക്കായി. ജുഗ്രു നോക്കാവുന്നു. അതുപോലെ ജുഗ്രുവിനെ ഫിനിഷ് ചെയ്ത് കളയുന്നു. TVക്ക് 7 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ബുള്ളോപ്പി സ്നൈപ്പ് ഒരുമിച്ച്. ബുള്ളോപ്പി സ്നൈപ്പ് ഒരുമിച്ച് ആ ബിൽഡിംഗ് അതിനകത്ത് ഇരിക്കുന്നു പോച്ചക്കകത്ത്. എന്തായാലും മാസിന്റെ ആ ഒരു ഇത് തന്നെ നമ്മുടെ കൂടെ ഉണ്ട്, ടിവിയുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടിക്കുവാണ്. നോക്കണ്ട ഇറ്റാലിയ പുഷ് ചെയ്ത് തന്നെ വരുന്നു. ടിവിയുടെ പ്ലേയേഴ്സ് കുറവായോണ്ട് എന്റെ അമ്മോ, ഇറ്റാലിയുടെ സൈഡിൽ നിന്ന് ഒരു കിടിലം മോളട്ടോസ്. ഒന്നും പറയാനില്ല, കിടിലം കളി. ഇറ്റാലിയ ഒസാക്ക അവിടെ ഇപ്പോഴും ഹയർ ആംഗിൾ ഹോൾഡ് ചെയ്തിരിക്കുവാണ്. സ്നൈപ്പ് അവിടെ ഇറ്റാലിയ ഈസിനെ നോക്കാക്കുന്നു. ഡോർക്കി അവിടെ ഇറ്റാലിയ ഡെത്തിനെ നോക്കാക്കുന്നു. ഡോർക്കി ഇവിടെ പെരുന്നാളിന്റെ ഡോർക്കിയുടെ അടുത്തൊരു നോക്ക്. ഡോർക്കിയുടെ അടുത്തൊരു നോക്ക്. നീലകണ്ഠനെ നോക്ക്. ഇറ്റാലിയ TVയെ സ്റ്റീവ് അസ്രയിൽ വീഴുന്നു. സ്നൈപ്പ് വീഴുന്നു. എല്ലാ സൈഡിൽ നിന്നും അടികെട്ടിക്കൊണ്ടിരിക്കുന്നു പ്ലേയേഴ്സിന്. ഡോർക്കി അവിടെ സാവേജ് വീഴുന്നു. ഇറ്റാലിയുടെ തിരിച്ചുവരവാണോ നമുക്ക് നോക്കാം. തരകിനെ അവിടെ അടിച്ചോണ്ടിരിക്കുന്നു. തരകിനെ അടിക്കുന്നു. ഡോർക്കി ഫിനിഷ് ചെയ്യുന്നു. ഇറ്റാച്ചിയുടെ ഒരു നോക്ക്. ഒസാക്ക അടിച്ചാൽ പറ്റുമോ നോക്കാം. TVA vs ഇറ്റാലിയ 2 vs 2 ആണോ? 2v2 2v1 ആണോ? 1v2 അല്ല, ഒരു പ്ലെയറോടെ മാത്രം ബാക്കി. TVA അവിടെ എലിമിനേറ്റ് ആവുന്നു തോന്നുന്നു. ഇല്ല, വില്ലു പ്രൊഫസർ മാത്രം ബാക്കി. ആൻഡ് അവിടെ ഈസിയിലെ പ്ലേയേഴ്സ് വന്നിട്ടുണ്ട്. ഒസാക്ക അവിടെ നോക്കാനുള്ള ചാൻസ്. വില്ലുമോൻ ഒരു 1v1 എടുക്കുന്നു. ആൻഡ് ഒസാക്ക അവിടെ അടിക്കുന്നു. 1v2 എന്താ നമ്മൾ ഇവിടെ കണ്ടത്? എന്റെ പൊന്നോ, നോക്കുവാണെങ്കിൽ ഈസി അഡ്വാൻറ്റേജ് ഇല്ലാതിട്ട് പോലും 13 കില്ലോട് കൂടി #1 അടിക്കുന്നു. നമുക്ക് ഫൈനൽ പോയിന്റ് ടേബിൾ നോക്കാം. TVA വിത്ത് 27 ഫ്രാഗോട് കൂടി ആണ് ഇവിടെ 33 കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. TVA #2 ആണ് 27 കില്ലോട് കൂടി 33 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ഇറ്റാലിയ #3 ആണ് 21 പോയിന്റ് കില്ലോട് കൂടി 26 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. എൽ ക്ലാസിക്കോ #1 ആണ് 13 കില്ലോട് കൂടി 23 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. ഛോട്ടാ മുംബൈ #7 ആണ് 13 കില്ലോട് കൂടി 14 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. മാർസ് #4 ആണ് 9 കില്ലോട് കൂടി 13 പോയിന്റ് സെക്യൂർ ചെയ്യുന്നു. Z30 #5 ആണ് 10 കില്ലോട് കൂടി 13